വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന സങ്കല്പം ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റേതാണ്. 1991 അധികാരത്തിൽ വന്ന കരുണാകരൻ ഗവൺമെൻറ്റിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന MVR ആണ് ഉറങ്ങിക്കിടന്ന തുറമുഖത്തെ തട്ടി ഉണർത്തിയത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ടെങ്കിലും കേരളത്തിലെ ചെറു തുറമുഖങ്ങളിലൊന്നായി അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ആന്ധ്രാപ്രദേശിലെ കുമാർ ഗ്രൂപ്പ് എന്ന കമ്പനിയുമായി ഒരു കരാറിൽ കേരള ഗവൺമെൻറ് ഏർപ്പെടുന്നത്. ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അഥവാ BOT എന്ന് അറിയപ്പെട്ട സംവിധാനത്തിലൂടെയാണ് കരാറിൽ ഒപ്പിട്ടത്. ആ കരാറുമായി കമ്പനി മുന്നോട്ട് പോയെങ്കിലും സർക്കാർ മാറി. 96 അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ ഏത് വിധേനയും ആ പദ്ധതി പൊളിക്കാനുള്ള നടപടികളാണ് കൈക്കൊണ്ടത്. കുമാർ ഗ്രൂപ്പിന് കുറവങ്കോണത്ത് സ്ഥാപിച്ചിരുന്ന അവരുടെ ഓഫീസ് അടച്ചുപൂട്ടി കേരളം വിടേണ്ടി വന്നു. 2001 AK ആന്റണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴും MVR തന്നെയായിരുന്നു തുറമുഖ മന്ത്രി. K കരുണാകരൻ്റെ പിന്തുണ ഉണ്ടായിരുന്നതുപോലെ തന്നെ AK ആന്റണിയുടെ പിന്തുണയും തുറമുഖ വികസനത്തിന് നല്ലതുപോലെ ലഭിച്ചു. അന്ന് കേരളത്തിൻ്റെ പ്ലാനിൻ്റെ ഒരു വിഹിതം തുറമുഖ വികസനത്തിനു വേണ്ടി മാറ്റിവെക്കുവാനും തീരുമാനമായി. ആ സന്ദർഭത്തിലാണ് ലോകത്തുള്ള പ്രധാന തുറമുഖങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ട് ഏറ്റവും പറ്റിയ ഒരു ഡ്രോയിങ് വിഴിഞ്ഞത്തിനു വേണ്ടി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എല്ലാ എഞ്ചിനീയറിംഗ് നൂലാമാലകളും ചെയ്തു തീർത്തത് 2001-2006 ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റായിരുന്നു. MV രാഘവൻ എന്ന നിശ്ചയദാർഢ്യമുള്ള തുറമുഖ മന്ത്രിയുടെ നേതൃത്വത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആഗോള ടെൻഡർ ചെയ്യപ്പെട്ടു. അന്ന് ഒരു ചൈനീസ് കമ്പനിക്കാണ് ടെൻഡർ ലഭിച്ചത്. പക്ഷേ ആ ടെൻഡർ പൂർത്തിയാക്കി മുന്നോട്ട് പോകുവാൻ വേണ്ട സൈനിക ക്ലിയറൻസ് അന്ന് ലഭിച്ചില്ല. കാരണം ആ കമ്പനിക്ക് പാകിസ്ഥാനിൽ ചില തുറമുഖ നിർമ്മാണ സംരംഭങ്ങൾ അതിനകം ഉണ്ടായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ 2005-06 കാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പണി തുടങ്ങാൻ കഴിയുമായിരുന്നു. പിന്നീട് അച്യുതാനന്ദൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. പക്ഷേ യാതൊരു പ്രധാനപ്പെട്ട നടപടികളും പൂർത്തിയാക്കാൻ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, വിവാദപരമായ തരത്തിൽ കിറ്റ്കോയെ കൊണ്ട് സ്ഥലമേറ്റെടുപ്പിക്കാൻ നടത്തിയ പരിശ്രമം അതുവരെ ഏറ്റവും കൂടുതൽ സഹകരണം നൽകിയിരുന്ന തദ്ദേശവാസികൾക്കിടയിൽ വലിയ അമ്പരപ്പുണ്ടാക്കി. ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധിയും കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നോട്ട് പോയി. വീണ്ടും അന്താരാഷ്ട്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടു. വീണ്ടും ടെൻഡർ നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കി. അങ്ങനെ പൂർത്തിയാക്കിയപ്പോൾ അധികം ടെൻഡറുകൾ ഉയർന്നു വന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന കരുത്തനായ മുഖ്യമന്ത്രി വിഴിഞ്ഞം നടപ്പിലാക്കും എന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പുമായി കരാറിലൊപ്പിട്ടു. അന്ന് കരാറിലൊപ്പിടുന്ന സമയത്ത് 6000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാരോപിച്ച CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്നോർക്കണം. എന്താരോപണം വന്നാലും താൻ മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി അന്ന് മുന്നോട്ട് പോയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ തുറമുഖ പദ്ധതി നടപ്പാവുക ഇല്ലായിരുന്നു. പക്ഷേ അന്ന് 1000 ദിവസമാണ് തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി കണ്ടെത്തിയ കാലാവധി. ഇന്ന് ആയിരക്കണക്കിന് ദിവസം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും വൈകിയ സമയത്താണെങ്കിലും വിഴിഞ്ഞം ഒരു വലിയ ഘട്ടം പൂർത്തിയാക്കി. ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ 91-96 ഗവൺമെൻറ്റും 2001-2006 ഗവൺമെൻറ്റും 2011-16 ഗവൺമെൻറ്റും നടത്തിയ നടപടികൾ ചരിത്രത്തിലുണ്ട്. പ്ലാനിങ്ങിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്തിനും കൊച്ചി മെട്രോയ്ക്കും കണ്ണൂർ വിമാനത്താവളത്തിനും വേണ്ടി ഒരു ഇൻഫ്രാസ്ട്രക്ചർ കിറ്റ് പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടാക്കിയിരുന്നു.
പണം ഒരു പ്രശ്നം വരാത്ത തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം നിർവഹിക്കുവാൻ അന്ന് കൃത്യമായി തയ്യാറായി. എന്തായാലും വൈകി വന്ന വസന്തമാണ് വിഴിഞ്ഞം തുറമുഖം. അതിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്വപ്നങ്ങളാണ് അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. ആ പദ്ധതിയെ പലവട്ടം തുരങ്കം വയ്ക്കുകയും വൈകിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്തായാലും നമ്മുടെ നാട്ടിൽ കപ്പലെടുക്കുമ്പോൾ വിഴിഞ്ഞത്ത് 2400 കണ്ടെയ്നറുകളുമായി ലോകത്തെ വൻകിട കപ്പലുകൾ വരുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരാണ്, കേരള ജനതയാണ്.